നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ശർറന്നാസി ദുൽ വജ്ഹൈൻ, ജനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നവൻ, ഏറ്റവും കൂടുതൽ ഉപദ്രവകാരിയായിട്ടുള്ളത് ഇരുമുഖക്കാരാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. രണ്ട് മുഖം കാണിക്കുന്ന ഇരട്ട മുഖക്കാരാണ് ഏറ്റവും വലിയ ദുൽമ്, ഏറ്റവും വലിയ അക്രമകാരിയെന്ന് നബി തിരുമേനി പഠിപ്പിക്കുകയാണ്. ഈ ഇരുമുഖക്കാർ എന്ന് പറയുമ്പോൾ അവരാരാണ് എന്നും ഹദീസിൽ കാണാൻ പറ്റും. അല്ലദീ യഅ്തി ഹഉലാഇ ബിവജ്ഹിൻ, അവരൊരു കൂട്ടക്കാരെ സമീപിക്കും, അവരുമായിട്ട് സമ്പർക്കം കാണിക്കും, പെരുമാറും. പക്ഷേ അത് ഒരു മുഖത്തോടു കൂടെ, ഒരു സ്വഭാവത്തോടു കൂടെയാണെങ്കിൽ വഹഉലാഇ ബിവജ്ഹിൻ, വേറെ കൂട്ടക്കാരോട് വേറെ മുഖത്തോടു കൂടെയും പെരുമാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുക്ക് ഏറ്റവും ദേഷ്യമുള്ള, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളാണ് ഇവരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതായത് അത് ഒരുപക്ഷേ മുനാഫിക്കീങ്ങളാവും. ആ മുനാഫിക്കീങ്ങൾ തന്നെ വിശ്വാസപരമായ വിഷയത്തിലുമാവാം. ഉദാഹരണത്തിന് ഇസ്ലാമിൻ്റെ സ്വഭാവങ്ങളൊക്കെ കാണിക്കും, പക്ഷേ അവരുടെ ഉള്ളു മുഴുവനും ഇസ്ലാമിനോട് എതിരാവുന്ന കുഫറിൻ്റെ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമായിരിക്കും നമ്മോട് നല്ല രൂപത്തിൽ പെരുമാറും, സ്നേഹത്തിലും നമ്മളോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറും. പക്ഷേ അവരുടെ ഉള്ളിൽ നമ്മളോട് ശത്രുതയുണ്ടാകും, നമ്മോട് പകയുണ്ടാകും. ഇവർ മറ്റൊരാളുടെ അടുക്കിലേക്ക് പോകുമ്പോൾ നമ്മെപ്പറ്റി കുറ്റം പറയും, നമ്മുടെ അടുക്ക് വന്നിട്ട് നമ്മോട് ലോഹ്യം കാണിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കപടവിശ്വാസിയുടെ അടയാളങ്ങൾ കാണാൻ പാടില്ല. എല്ലാവരോടും ഒരേപോലെ സ്വഭാവം കാണിക്കണം. ഒരാളോട് അനുകമ്പയിൽ കാണിക്കുമ്പോൾ, സ്നേഹത്തോടു കൂടി കാണിക്കുമ്പോൾ, അയാളെ പറ്റിയിട്ടുള്ള അയിബത്തരം ന്യൂനതകൾ മറ്റൊരാളോട് നമ്മൾ പറയാൻ പാടില്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അയാൾ അടുപ്പം കാണിക്കുന്നത്. ആ അടുപ്പത്തെ നമ്മൾ ഒരിക്കലും മറ്റൊരാളോട് ഈബത്തും നമീമത്തും പറഞ്ഞിട്ട് നമ്മൾ പൊളിക്കാൻ പാടില്ല, സൗഹൃദബന്ധം പൊളിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരിക്കലും വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ അപകടകാരിയായിട്ടുള്ള ഷർറ് കാണിക്കുന്ന വിഭാഗത്തിൽ ഒരിക്കലും നാം ഓരോരുത്തരും പെടാൻ പാടില്ല. ഇരുമുഖക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണിശമായിട്ട് എതിർക്കുകയും വിശുദ്ധ ഖുർആനിലടക്കം മുനാഫിക്കീങ്ങളെ മാറ്റി നിർത്തണം, മുനാഫിക്കീങ്ങളുമായിട്ട് സമ്പർക്കം പാടില്ല എന്ന രൂപത്തിലുള്ള ശറഇൻ്റെ കൽപ്പനകളും വന്നിട്ടുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവുക. അള്ളാഹു നമ്മുടെ സ്നേഹങ്ങളൊക്കെ നിലനിർത്തി തരട്ടെ. ആരോടെങ്കിലും തൃപ്തിപ്പെടുത്താനുള്ള വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ പറ്റിയിട്ട് മറ്റൊരാളോട് അയ്ബത്തരം പറയാൻ പാടില്ല, കുറ്റങ്ങൾ പറയാൻ പാടില്ല. അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ.